പ്രശസ്ത ശാസ്താംപാട്ട് കലാകാരൻ കല്ലേക്കുളങ്ങര ഡോക്ടർ മുകുന്ദഗുരുസ്വാമിയുടെ ഓർമ്മകളിലേക്ക് ശിഷ്യരുടെ ഒരു യാത്ര. നമസ്കാരം. നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പ്രശസ്ത ശാസ്താംപാട്ട് കലാകാരനായ കല്ലേക്കുളങ്ങര ശ്രീ ഡോക്ടർ മുകുന്ദഗുരുസ്വാമിയുടെ വീട്ടിലാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണ് അശ്വതി. കഴിഞ്ഞ 60 വർഷക്കാലമായി അയ്യപ്പൻ വിളക്ക് എന്ന നാടൻ കലാരൂപവും അതോടൊപ്പം ശാസ്താംപാട്ട് എന്ന കലാരൂപവും നടത്തി വന്നിരുന്ന വ്യക്തിയാണ് മുകുന്ദഗുരുസ്വാമി. കഴിഞ്ഞ 4 വർഷം മുമ്പ് പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായി വനിതാ സംഘത്തിന് ശാസ്താംപാട്ട് അഭ്യസിപ്പിച്ചു തന്നിരുന്ന വ്യക്തിയാണ് മുകുന്ദഗുരുസ്വാമി. പരം സ്റ്റേജുകളിൽ ഈ കലാരൂപം അഭ്യസിപ്പിച്ചതിന് അദ്ദേഹത്തിന് ഫോക്ലോർ അക്കാദമി അവാർഡും ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റും നൽകി ആദരിച്ചിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഇന്ന് നമുക്ക് കൂടുതൽ അറിയാം. വരൂ. ഇതാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പൂജാമുറി. നമുക്ക് നോക്കാം. വളരെ പുണ്യമായും വൃദ്ധശുദ്ധിയോടും കൂടി കാണുന്ന, അതോടൊപ്പം അയ്യപ്പൻ വിളക്കിന്റെ എല്ലാ പൂജാ സാധനങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഒരിടമാണ് ഈ പൂജാമുറി. കഴിഞ്ഞ വർഷം 2025 ഡിസംബർ 13 അവസാനമായി കഞ്ചിക്കോട് അട്ടപ്പള്ളം ക്ഷേത്രത്തിലാണ് അദ്ദേഹം അയ്യപ്പൻ വിളക്ക് നടത്തിയത്. പിറ്റേ ദിവസം ഡിസംബർ 14 ഉച്ചയ്ക്ക് അയ്യപ്പന്റെ പാതാരവിന്ദങ്ങളിൽ അദ്ദേഹം അലിഞ്ഞു ചേർന്നു. അച്ഛൻ എപ്പോഴും പറയാറുള്ള ഗുരുസ്ഥാനമായിട്ടുള്ള അച്ഛൻ അയ്യപ്പസ്വാമിയെക്കാട്ടിലും അയ്യപ്പസ്വാമിക്ക് ഈക്വലന്റ് ആയിട്ട് ബഹുമാനം കൊടുത്തിട്ടുണ്ടായിരുന്ന മാടമ്പത്ത് കുട്ടപ്പാശാൻ പറയുന്ന ആളാണ് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ വളരെ കമ്മിയാണ്. അപ്പൊ അച്ഛൻ ഇത് വന്നൊരു പൊക്കിഷൻ മാതിരിയാണ് അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത്. 1976 തിരുച്ചിറപ്പള്ളി, തമിഴ്നാട് തിരുച്ചിറപ്പള്ളി അയ്യപ്പൻ വിളക്കിന് പോയ സമയത്തുള്ള ഒരു ഫോട്ടോ ആണ് ഇത്. അച്ഛന്റെ കൂടെ ഉള്ളത് അച്ഛന്റെ കൂടെ ഉള്ളത് ഇത് നാരായണൻ നായർ, കാഞ്ഞിക്കുളത്തിലുള്ള നാരായണൻ നായർ. ഇത് എൻ്റെ അമ്മാമൻ, മൂത്ത അമ്മാമൻ രാമൻകുട്ടി നായർ. ഇത് ചന്ദ്രൻ. ഇവരെല്ലാം അച്ഛന്റെ പഴയ സെറ്റിലുള്ള ആളുകളാണ്. ഈ മാടമ്പത്ത് കുട്ടപ്പാശാന്റെ ശിഷ്യന്മാരാണ് ഇവരൊക്കെ. അതിൽ പ്രധാനിയായിരുന്നു എൻ്റെ അച്ഛൻ. ഇതിൽ ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള ഈ ചന്ദ്രൻ പറയുന്ന ആശാൻ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ പല സ്ഥലങ്ങളിൽ പാട്ടിന് വരികയും ഞങ്ങൾക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷനും പാട്ടുകളും പറഞ്ഞു തന്ന് ഞങ്ങളുടെ കൂടെ ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. ഇത് പഠിക്കാൻ എന്താണ് പ്രചോദനം? ഈ കല വളരെ ചെറുപ്പം തൊട്ടേ കണ്ടു കേട്ട് വളർന്നിട്ടുണ്ട്. അപ്പോ നമുക്കറിയില്ല ഇത് ലേഡീസിനെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തൊട്ടേ സാമിയുടെ അയ്യപ്പൻ പാട്ട് കേട്ട് വളർന്നതാണ്. സാമിയുടെ അയ്യപ്പൻ പാട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് സാമി പറഞ്ഞ പോലെ പാടി പ്രാക്ടീസ് ചെയ്യാറുണ്ട് ആ വരികളൊക്കെ ചെറുപ്പം തൊട്ടേ. അപ്പൊ ഇടയിലാണ് പിന്നെ അറിഞ്ഞത് ഇങ്ങനെ സാമി വനിതകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദ്യത്തെ ബാച്ചിൽ ഫസ്റ്റ് പകുതി ക്ലാസ് കഴിഞ്ഞു. അപ്പോഴാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ ഈ ആദ്യം ഓരോ വരികളും ഈ അയ്യപ്പൻ പാട്ടെന്നുള്ളതിൽ അയ്യപ്പന്റെ ജനനം മുതൽക്കുള്ള ഓരോ വരികളും നമ്മൾ പാടുമ്പോ, സ്വാമി എടുത്ത് പറഞ്ഞ് പാടുമ്പോ അത് നമുക്ക് അറിയാതെ നമ്മളെ കണ്ണിൽ തന്നെ വെള്ളം വന്നു. അയ്യപ്പൻ ഒരു സ്ത്രീ പ്രസവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മുതൽക്കൊണ്ട് ആ ഒരു അയ്യപ്പൻ പാട്ടിന്റെ വരികളില്
സ്വാമി എടുത്തു പറഞ്ഞ് പാടുമ്പോൾ. അപ്പൊ അതൊക്കെ കേട്ടപ്പോ അത് പാടുമ്പോ നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു എന്തോ ഒരു വൈബാ, ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ വന്ന് പാടുമ്പോൾ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് പാടുമ്പോഴും വീട്ടിൽ പോയിട്ട് നിങ്ങൾ കൊട്ടിയൊന്നും പാടി പ്രാക്ടീസ് ചെയ്യാറില്ല, വെറുതെ വായിച്ചു നോക്കാറ് മാത്രമാണ്. അപ്പൊ അതിൽ ഓരോ വരികളിലും ഓരോരോ അർത്ഥങ്ങൾ, 10 മാസത്തില് ഓരോരോ കുട്ടി വയറ്റിൽ കിടക്കുമ്പോൾ തൊട്ടുള്ള ജനനത്തിന്റെ രീതികളും ഇതൊക്കെ ഇവിടെ വന്ന് ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് സത്യം പറഞ്ഞ 2 മക്കളെ പ്രസവിച്ചാണെങ്കിലും ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും ഒരു അയ്യപ്പൻ ജനിച്ച ആ ഒരു ഇത് അറിഞ്ഞു കേട്ടപ്പോഴാണ് അറിയുന്നത് ഒരു അമ്മ പ്രസവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ ഒരു പ്രചോദനമായി ഇതൊക്കെ വന്ന് പ്രാക്ടീസ് ചെയ്തപ്പോ. പിന്നെ സ്വാമി നമുക്ക് ഇവിടെ ഒരു 5 പൈസ ഫീസൊന്നും ഇല്ലാണ്ട് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ജയാണെങ്കിലും ഇവിടെ നമുക്കുള്ള ഫാനാണെങ്കിലും ഇലക്ട്രിസിറ്റിയും ഇതെല്ലാം ചെലവാക്കിയിട്ട്, ഇന്നത്തെ കാലത്ത് ഒരു നാരായണൻ പഠിക്കാൻ പോവാണെങ്കിലും എവിടെ പോവാണെങ്കിലും അവർക്ക് മാസം ഫീസ് ഉണ്ട്, ഓരോ ക്ലാസ്സിന് ഇത്ര പൈസ ഫീസ് ഉണ്ട്. ഞാനിവിടെ വന്നിട്ട് 2 കൊല്ലം പഠിക്കാൻ തുടങ്ങിയിട്ട് സ്വാമി ഇന്നായിരിക്കും അങ്ങനെ എന്തെങ്കിലും ദക്ഷിണ കൊടുത്താപ്പൊന്നും സ്വാമി വേണ്ടാന്ന് പറഞ്ഞിട്ട് വാങ്ങി നമ്മൾ അത്രയും അനുഗ്രഹിച്ചിട്ട് പഠിപ്പിക്കുന്ന ഒരു കലയാണിത്. ആധ്യാത്മികതയുടെ പ്രകാശകിരണങ്ങൾ പുൽക്കൊടിയിൽ പോലും നാമ്പിടുന്ന പരിഭാവനമായ പുണ്യഗ്രാമം കല്ലായക്കുളങ്ങര എന്ന ഈ ഗ്രാമത്തിന്റെ കാവൽ ദേവതയായി ലോക പരമേശ്വരി ഏമൂർ ഭഗവതി എന്ന ഹേമാംബികാദേവി അഭയഹസ്ത സ്വരൂപിണിയായി ചേന്ദമംഗലത്തപ്പൻ ശ്രീ പരമേശ്വരനോടും ആദ്യ ഗുരുവായ ദക്ഷിണാമൂർത്തിയോടും കൂടി സമംഗളം വാണരുളിയിടുന്ന പുണ്യഗേഹം. കലാനിപുണരായ നിരവധി ധന്യാത്മാക്കൾക്ക് ജന്മം നൽകിയ ഈ മണ്ണിൽ 1944 ഒക്ടോബർ 12-ാം തീയതി കേളത്തുവീട്ടിൽ തങ്കമണി അമ്മയുടെയും വേലുനായരുടെയും മകനായി ഒരു പുണ്യപിറവിയുണ്ടായി. മുകുന്ദദാസ് എന്ന സുഹൃതിയുടെ ബാല്യകാലം മുതൽ തന്നെ മോഹിനീസുതനായ മണികണ്ഠസ്വാമിയുടെ ആശ്രിതനായി വളരാനുള്ള മോഹം ഉടലെടുത്തു. 12-ാം വയസ്സിൽ കാരേക്കാട്ടുപറമ്പ് മാടമ്പത്ത് കുട്ടപ്പനായ രാശാനിൽ നിന്നും അയ്യപ്പൻ വിളക്ക് എന്ന അനുഷ്ഠാന കലയിൽ ആകൃഷ്ടനായി അയ്യപ്പ ആരാധനയിൽ അഭയം തേടി. 22-ാം വയസ്സിൽ അയ്യപ്പൻ വിളക്കിന്റെ മുഴുവൻ ചടങ്ങുകളും സ്വായത്തമാക്കി കർമ്മജീവിതം നിസ്വാർത്ഥമായ ആചാരാനുഷ്ഠാനങ്ങളോടെ ഏറ്റെടുത്ത് നടത്തുവാനുള്ള ആത്മബലം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിനുണ്ടായി. ഏറ്റെടുത്ത മഹാദൗത്യത്തിൽ ആദ്യാവസാനം തന്റെ കർമാചരണത്തിൽ പരമ്പരാഗത നിഷ്ഠ പാലിക്കുന്നതിൽ ശ്രദ്ധാലുവായി. തന്റെ ഈ ധന്യസബര്യ 68 വർഷക്കാലം നിരവധി അയ്യപ്പൻ വിളക്ക് ഉത്സവങ്ങൾക്ക് ദിവ്യപ്രഭ സമ്മാനിച്ചു. വിളക്കുപന്തൽ നിർമ്മാണവും അതിന്റെ അലങ്കാരങ്ങളും ഒരു നോക്കു കാണുവാൻ അയ്യപ്പ ഭക്തർ വിളക്കുത്സവ വേദികളിൽ സംഘങ്ങളായി എത്തിച്ചേർന്നു. വാഴപ്പോളയും തെങ്ങിൻ കുരുത്തോലയും കൊണ്ട് അയ്യപ്പസ്വാമിക്കും മാളികപ്പുറത്തമ്മയ്ക്കും വാവരസ്വാമിക്കും ഗണപതിക്കും കരിമലസ്വാമിക്കും 18-ാം പടിയോട് കൂടിയ മണിമണ്ഡപങ്ങൾ സജ്ജമാക്കുന്നതും പാലക്കൊമ്പെഴുന്നള്ളത്ത്, അയ്യപ്പസ്വാമിയുടെ ജീവചരിത്രം ഉടുക്കുകൊട്ടിപ്പാടൽ, പാൽക്കിണ്ടി എഴുന്നള്ളത്ത്, പന്തമുഴിച്ചിൽ, അയ്യപ്പൻ വാവർ വെട്ടും തടവും എന്നിവ നടത്തി ഭക്തജന ശ്രദ്ധ ആകർഷിച്ച് മുകുന്ദപുരസ്വാമി ജീവിതയാത്ര പ്രാർത്ഥനാഭരിതമാക്കി. കുട്ടപ്പൻ നായർ ആശാന്റെ അനുഗ്രഹത്തോടെ തന്റെ 25-ാം വയസ്സിൽ അകത്തേത്തറ ചേപ്പിലമുറി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പന്തമുഴിച്ചിൽ എന്ന ജനശ്രദ്ധയാർന്ന ദിവ്യകർമ്മത്തിന് തുടക്കമിട്ടു. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ അയ്യപ്പൻ വിളക്കുകൾ നടത്തുവാനുള്ള സൗഭാഗ്യം ആശ്രിത വത്സലനായ അയ്യപ്പസ്വാമി ഈ ഭക്തന് സമ്മാനിച്ചു. ഈ നാടൻ കലാരൂപം അന്യം നിന്നു പോകാതിരിക്കാനായി ജാതിമത ലിംഗ വ്യത്യാസമില്ലാതെയും പ്രതിഫലമില്ലാതെയും മകൻ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള 100-ൽ പരം ശിഷ്യന്മാർക്ക് ഈ കലാരൂപങ്ങൾ അഭ്യസിപ്പിച്ചു. ഈയിടെയായി 35ഓളം വനിതകളെ ശാസ്താംപാട്ട് അഭ്യസിപ്പിച്ച് അത് രംഗത്ത് അവതരിപ്പിച്ച് മനുഷ്യൻ ഒന്നാണെന്നുള്ള മണികണ്ഠസ്വാമിയുടെ അരുളപ്പാടിന് മുകുന്ദഗുരുസ്വാമി ധർമ്മസ്വരൂപം നൽകി. പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായി പ്രായനിഷ്ഠ അനുസൃതമാക്കി ധാരാളം വനിതകൾ ശാസ്താംപാട്ട് അവതരിപ്പിക്കുന്ന മുഹൂർത്തത്തിന് മുകുന്ദഗുരുസ്വാമി നേതൃത്വം നൽകി. തുടർച്ചയായി 54 വർഷം മണ്ഡലകാലത്തും മറ്റു മലയാള മാസങ്ങളിലും
പല തവണകളായും ശബരിമല ദർശനം നടത്തി വന്നിരുന്ന മുകുന്ദഗുരുസ്വാമിയോടൊപ്പം നിരവധി ഭക്തസംഘങ്ങളും അദ്ദേഹത്തെ അനുഗമിച്ചു. അയ്യപ്പ ദർശനത്തിനായി വ്രതശ്രദ്ധയോടെ ജപമാല കഴുത്തിലണിയാൻ വെമ്പുന്ന സ്വാമി ഭക്തർക്ക് മാലയണിയിക്കാനും സഹസ്രങ്ങൾക്ക് കെട്ടുനിറ നടത്തിക്കൊടുക്കുവാനുമുള്ള സൗഭാഗ്യം ഹരിഹരപുത്രൻ തന്റെ ഭക്തന് സമ്മാനിച്ചു. 2016 ജനുവരി 10 ആദ്യമായി ശബരിമല സന്നിധാനത്ത് ശാസ്താംപാട്ട് അവതരിപ്പിക്കുവാനുള്ള അവസരമുണ്ടായി. 2024 വനിതാ ശാസ്താംപാട്ട് സംഘത്തിന് ശബരിമല സന്നിധാനത്തും 2025 ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആറ്റുകാലമ്മയുടെ സന്നിധാനത്തും ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിലും തമിഴ്നാട് മേട്ടുപ്പാളയം അയ്യപ്പ ക്ഷേത്രം ഉൾപ്പെടെ 40 വേദികളിലും ശാസ്താംപാട്ട് അവതരിപ്പിക്കാനുള്ള സൗഭാഗ്യമുണ്ടായി. 38 വർഷം റെയിൽവേയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം 2004 ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഈ അനുഷ്ഠാന കലയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനായി മുഴുവൻ സമയവും ചെലവഴിച്ചു. 81 വർഷക്കാലം ഈ മണ്ണിൽ ജീവിച്ച് പുണ്യഭൂമിയുടെ ഒരു നാൾ ആകസ്മികമായി വിട ചൊല്ലുമ്പോൾ ശ്രീ ധർമ്മശാസ്താവിന്റെ പ്രഭാവലയത്തിൽ കഴിയാനുള്ള സൗഭാഗ്യം കൈവരിച്ച ഈ അയ്യപ്പ ഭക്തന്റെ ഭൗതിക ശരീരത്തെ അവസാനമായി ഒരു നോക്കു കാണുവാൻ ആയിരങ്ങളെത്തി. അവസാനം ആദരവുകൾ. നരവംശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ DRG മാത്തൂർ അവர்களுടെ ആദരവ്, ഹേമാംബിക സർക്കിൾ ഇൻസ്പെക്ടർ അവர்களுടെ ആദരവ്, തത്വമസി ജനസേവാ കേന്ദ്രത്തിന്റെ ആദരവ്, ബാലികാബാല അയ്യപ്പ ക്ഷേത്രത്തിന്റെ ആദരവ്, ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ചിറ്റൂരിന്റെ ആദരവ്, കാപ്പിൽ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ആദരവ്, അഖില ഭാരത അയ്യപ്പ സേവാ സംഘം തിരുവാൽത്തൂരിന്റെ ആദരവ്, കുടുംബ പ്രബോധൻ അകത്തേത്തറ പഞ്ചായത്തിന്റെ ആദരവ്, അന്തിക്കാട് ശ്രീ അയ്യപ്പ സേവാ സമിതിയുടെ ആദരവ്, സംസ്കാര സാഹിതിയുടെ ആദരവ്, റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആദരവ്, പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദരവ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അകത്തേത്തറയുടെ ആദരവ്, ശിവൻപുരം മേട്ടുപാളയം ആദരവ്, പാലക്കാട് കൂട്ടായ്മയുടെ ആദരവ്, കൽമാടം ബാല അയ്യപ്പ ക്ഷേത്രം ട്രസ്റ്റിന്റെ ആദരവ്, ദിണ്ടിക്കൽ അയ്യപ്പൻ വിളക്ക് വഴിപാട് സംഘത്തിന്റെ ആദരവ്, കോട്ടപ്പാടം ശ്രീ ചന്ദന ഭഗവതി ക്ഷേത്രത്തിന്റെ ആദരവ്, ശ്രീ മുനീശ്വര സ്വാമി ക്ഷേത്രം കുന്നംപുറത്തിന്റെ ആദരവ്, ICDS മലമ്പുഴയുടെ ആദരവ്, ചാത്തൻകുളങ്ങര ക്ഷേത്ര കമ്മിറ്റിയുടെ ആദരവ്, ഭദ്രകാളി കറുപ്പസ്വാമി ക്ഷേത്രം കൊല്ലങ്കോടിന്റെ ആദരവ്, ശ്രീ തൊണ്ടർകുളങ്ങര ഭഗവതി ക്ഷേത്രം കല്ലേപ്പുള്ളിയുടെ ആദരവ്, ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിന്റെ ആദരവ്, ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റിന്റെ ആദരവ്, ശ്രീ സിദ്ധിവിനായകർ അയ്യപ്പ സേവാ സംഘം ഈറോഡിന്റെ ആദരവ്. പരം വേദികളിൽ ഈ കലാരൂപം അവതരിപ്പിച്ചതിന് ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി അമേരിക്ക ചെന്നൈയിൽ നിന്നും 2024 ജനുവരി 27 മുകുന്ദ ഗുരുസ്വാമിയെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. കൂടാതെ കേരള സർക്കാരിന്റെ ഫോക്ലോർ അക്കാദമി അവാർഡ്, തമിഴ്നാട് ദിണ്ടിക്കൽ അയ്യപ്പ സേവാ സംഘം നൽകിയ ട്രോഫി, പാലക്കാട് നാട്ടരങ്ങ് കേന്ദ്രത്തിന്റെ ഗ്രാമനന്മ പുരസ്കാരം, കല്ലേക്കുളങ്ങര ഈശ്വരമംഗലം നിർമ്മാല കമ്മിറ്റി നൽകിയ ധർമ്മശാസ്ത്ര പുരസ്കാരം, തൃശൂർ അന്തിക്കാട് അഖില കേരള ശാസ്താംപാട്ട് സംഘത്തിന്റെ ശരണകീർത്തി പുരസ്കാരം, പാലക്കാട്ടുശ്ശേരി ശേഖരീവർമ്മ നൽകിയ കുലപതി പട്ടം, വടക്കന്തറ ശ്രീ തിരുപുരായിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ചിലമ്പു പുരസ്കാരം, മേട്ടുപാളയം അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ഹരിഹരസുധൻ പുരസ്കാരം, അഖില ഭാരത അയ്യപ്പ സേവാ സംഘം തിരുവാൽത്തൂർ നൽകിയ പുരസ്കാരം, സമസ്ത നായർ സമാജം പുരസ്കാരങ്ങൾ തുടങ്ങി ഒട്ടനവധി സംഘാടകർ നൽകിയ അംഗീകാരങ്ങൾ അദ്ദേഹത്തിന്റെ കലാജീവിതം ഉത്കൃഷ്ടമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദത്തിൽ ഭക്തജനങ്ങളും ശിഷ്യരും പ്രണാമം അർപ്പിക്കുകയാണ്. ഈ പ്രതിഭ കല്ലേക്കുളങ്ങരയുടെ യശസ് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കല്ലേക്കുളങ്ങര ഡോക്ടർ മുകുന്ദഗുരുസ്വാമിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ലോകമെമ്പാടും വളരെ ഭക്തിയോടെയും സ്നേഹത്തോടെയാണ് കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത്
നമുക്ക് കാണാം. വളരെ സ്വാത്വികനും പുണ്യാത്മാവുമായ അദ്ദേഹം ഒട്ടേറെ കലാപ്രതിഭകളെ ശാസ്താംപാട്ട് അഭ്യസിപ്പിച്ചിട്ടുണ്ട്. യാതൊരു പ്രതിഫലവും വാങ്ങാതെയാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ തന്നെ നേരിട്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. യാതൊരു പ്രതിഫലം ഇല്ലാതെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. ഇത്തരത്തിൽ ഉള്ള ഒരു പ്രതിഭകളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നത് എന്താണെന്ന് നമുക്ക് നേരിട്ട് തന്നെ കേൾക്കാം. അവരുടെ ഹൃദയം തുറന്ന് പറയുന്നു. ഞാൻ മൂന്നുസ്വാമിയുടെ ആദ്യകാല ശിഷ്യന്മാരിൽ ഒരാളാണ്. വളരെ കാലം മുതൽക്കേ മുമ്പ് തന്നെ ഞാൻ ഈ പാട്ട് അഭ്യസിക്കുകയും അദ്ദേഹം പല വേദികളിൽ കൊണ്ടുപോയിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും പാടിക്കാനുള്ള അവസരങ്ങൾ തരുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മുന്തസ്വാമിയുടെ ആദ്യത്തെ ശിഷ്യകളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് 2-3 കൊല്ലമായി ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ അങ്ങനെ നടന്നു പോകുന്നു. സ്വാമി ശരണം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതിനെ നന്നായി കിട്ടാൻ സാധിച്ചു. കുറെ ആഗ്രഹിച്ചു ഞാൻ. എനിക്ക് വയസ്സ് 88ആയി. ഈ വയസ്സിലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഉടുക്ക് വാങ്ങിക്കുന്ന ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് അതിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ വന്ന് എനിക്ക് ആ ഉടുക്ക് വാങ്ങിക്കാനും പഠിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. പഠിച്ച് മുഴുവനായിട്ടല്ല എങ്കിലും അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും മാത്രമാണ് ഈ ഉടുക്ക് ഇപ്പൊ കയ്യിലെടുത്തിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ ഇവരുടെയൊക്കെ സഹായകരങ്ങളും എല്ലാമായി ഞാൻ നടന്നു വന്ന് ഇവിടെ നിൽക്കും. ഇത്രയോ പറയാൻ ഭഗവാൻ. സ്വാമി ശരണം. മൂന്തസ്വാമി ഗുരുക്കൾക്ക് എൻ്റെ കാൽക്കൽ പ്രണാമം. കണ്ണുനീരറിയാണ്ട് ഒന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തെ കുറിച്ച്. ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളാണ്. ഞാൻ മൂന്തസ്വാമിയുടെ ഒരു ശിഷ്യനാണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് ബാച്ചിലത്തെ ഒരു ശിഷ്യനാണ്. പണ്ട് മുതൽക്കേ എന്നെ സ്വാമിക്ക് അറിയാം. പിന്നെ എനിക്ക് എന്താന്ന് പറയാൻ അറിയില്ല. ഞാനും ചെറുപ്പം മുതൽക്കേ സ്വാമിയെ നല്ല പരിചയമാണ്. പക്ഷെ പറയാൻ വാക്കുകളില്ല. സ്വാമിക്ക് ഒരു ആഗ്രഹമുണ്ട്, ഞങ്ങൾ ഇത് എന്തായാലും സ്വാമി ഇല്ലെങ്കിലും ഈ കല മുന്നോട്ട് കൊണ്ടുപോകണം. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ഉള്ള കാലം വരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പാട്ട് പഠിക്കാൻ വന്നപ്പോ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പഠിക്കും എന്ന് പറഞ്ഞു. പിന്നെ ശബരിമലയ്ക്ക് കൊണ്ടുപോയി ആദ്യമായിട്ട്. അവിടെ പോയിട്ട് പാട്ട് പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ശബരിമലയിൽ പോയിട്ട് അരങ്ങേറ്റം ചെയ്യണമെന്ന്. അത് എന്റെ വേറൊരു മോഹം എന്ന് മാത്രം. എല്ലാവർക്കും അതിന് സാധിക്കില്ലല്ലോ. പക്ഷെ എനിക്കതിന് സാധിച്ചു. ആദ്യമായിട്ട് പോകുമ്പോ ഉടുക്കൊണ്ട് പോയി. അവിടെ പോയി പാട്ടുണ്ടായിരുന്നു. പഠിച്ചിട്ടൊന്നുമില്ല, അരങ്ങേറിയിട്ടുമില്ല, ഒന്നുമില്ല. എന്നാലും സ്റ്റേജിൽ കയറുമ്പോ ഞാൻ പറഞ്ഞു അയ്യപ്പസ്വാമി എന്റെ അരങ്ങേറ്റം ഇവിടെയാണെന്ന് പറഞ്ഞ് കൊട്ടിയാണ്. അത് വലിയൊരു അനുഗ്രഹമായി എനിക്ക്. 90 കാലഘട്ടങ്ങളിലാണ് എനിക്ക് ഇതിനെക്കുറിച്ച് സമയം 90 കാലഘട്ടങ്ങളിലേക്ക് ഞാൻ ഒന്ന് പറ്റി നോക്കണം. കാരണം ഞങ്ങളിവിടെ കൽമാടം അയ്യപ്പൻപിളക്ക് ഈ അകത്തേത്തറ കല്ലാക്കുള ദേശങ്ങളിൽ മുഴുവനും ഏറ്റവും വലിയൊരു അയ്യപ്പൻപിളക്കായിട്ട് നടത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ കൽമാടം അയ്യപ്പ ക്ഷേത്രത്തിലാണ്. അന്ന് ഞാൻ ആ അമ്പലത്തിലെ ഒരു സെക്രട്ടറി ആയിട്ട് ഇരുന്ന സമയത്ത് നമ്മുടെ മൂന്തസ്വാമി അവിടെ അയ്യപ്പൻപിളക്ക് നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനു മുമ്പില് ഞങ്ങളുടെ ഫാമിലി കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധമാണെങ്കിലും ഈ അയ്യപ്പൻ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവിടെ കാണുകയും അത് എന്താ പറയാ, ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആ അയ്യപ്പൻ വിളക്ക് നടത്തുന്ന ഉത്സവത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും തന്നെ എന്താ പറയാ വളരെ മനസ്സ് നിറഞ്ഞ അയ്യപ്പന്റെ സന്നിധിയിൽ നിന്നും തിരിവൊഴിച്ചല്, കനൽച്ചാട്ടം എന്നിവ മുഴുവൻ അത് വളരെ ഭക്തിയോട് കൂടിയിട്ടും അദ്ദേഹത്തിന്റെ പാട്ടായാലും ശിഷ്യഗണങ്ങളായാലും എല്ലാവരും വളരെ ഉത്സാഹിച്ചിട്ട് കൊണ്ടുപോയി നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ തൊട്ടിട്ടുള്ള ഒരു പരിചയം. അന്ന് എനിക്ക്
ഈ അയ്യപ്പൻ പാട്ട് പഠിക്കണം എന്ന് എനിക്ക് ആദ്യമായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് 3 ദിവസം എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ എൻ്റെ ജോലി കാര്യങ്ങളും എന്നെ അന്നത്തെ പഠിക്കുന്ന കാലത്തും ജോലി പ്രവേശിക്കാൻ എനിക്ക് സാധിച്ചില്ല. അത് എൻ്റെ മനസ്സിൽ അതൊരു ഞാനൊന്നും ഈ അയ്യപ്പൻ പാട്ട് കാണുകയല്ലാതെ ചെറുപ്പം മുതൽ ഇങ്ങനെ ഒരു ഉടുക്ക് കൈ പിടിക്കാനും കൂടി ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കല്ലേക്കുളങ്ങര ഭാഗത്തെ ഗുരുസ്വാമി ആദ്യം കുറെ അമ്മമാരെ പഠിപ്പിച്ചത് കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി അങ്ങനെ പഠിക്കണം എന്നുള്ളത്. അപ്പൊ അവരോട് ചോദിച്ചു, ഞങ്ങൾ വരട്ടെ, പഠിപ്പിച്ചു തരും, എന്താ സന്തോഷത്തോടെ വന്നോളൂ, ഞാൻ 100 പേരെ പഠിപ്പിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഇന്ന് 1 രൂപ ഫീസ് പോലും വാങ്ങാതെയാണ് സ്വാമി ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാമി ശരണം. ഞാൻ ഉണ്ണികൃഷ്ണൻ, കല്ലേക്കുളങ്ങര ഡോക്ടർ മുകുന്ദ ഗുരുസ്വാമിയുടെ മകനാണ്. ഈ നാടൻ കലാരൂപം അയ്യപ്പൻ വിളക്ക് ശാസ്താംപാട്ട് എന്ന ഈ നാടൻ കലാരൂപം ഏകദേശം 12 വയസ്സ് മുതൽ തുടങ്ങി 80 വയസ്സ് വരെ അദ്ദേഹം വളരെ ഭയഭക്തിയോടുകൂടി കാര്യകാട്ടുപറമ്പ് മാടമ്പത്ത് കുട്ടപ്പന്ന ആശാനിൽ നിന്നും ഈ ഒരു കല അഭ്യസിക്കുകയും 1000-ന് മുകളിൽ വേദികളിൽ ഈ കല അഭ്യസിച്ചതിന് 2014 കേരള സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിക്കുകയും 2023 ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി USA ചെന്നൈയിൽ നിന്നും ഡോക്ടറേറ്റ് നൽകി ആദരിക്കുകയും ഉണ്ടായി. അദ്ദേഹം ഈ ഒരു കലയെ ഞങ്ങൾ ഏകദേശം വന്നിട്ട് ഞാനൊക്കെ ജനിച്ച മുതൽ ഈ ഒരു കല കണ്ടും അച്ഛൻ്റെ ആശാനും അവരുടെ ആശാനും വന്ന് അച്ഛൻ ഈ ഒരു പാട്ട് പഠിപ്പിക്കുന്നതും നൃത്തങ്ങളും ഇതെല്ലാം പഠിപ്പിക്കുന്നതും കണ്ടു വളർന്നാണ് ഞങ്ങളെല്ലാവരും. ഇപ്പൊ കുറച്ചായി ഒരു 3-4 വർഷത്തിന് മുമ്പേ ഈ കല വനിതകൾക്കും അഭ്യസിച്ചാൽ എന്താണ് അദ്ദേഹത്തിന് ഒരു ചിന്ത വരികയും കുറച്ച് നമ്മുടെ ദേശത്തിലത്തെ ആളുകൾ അദ്ദേഹത്തിനോട് സഹകരിക്കും, ഞങ്ങൾ വന്നിട്ട് പാട്ട് പാടണം പഠിക്കണം എന്നൊരു ആഗ്രഹം പറയുകയുണ്ടായി. അപ്പോൾ ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഈ കോവിഡ് വന്നതുകൊണ്ട് അതിനെ കുറച്ചൊരു സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും 2022 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 2023 ഫസ്റ്റ് ബാച്ച് ഒരു 12ഓളം വനിതകളും അതിലൊരു മോനും, അതില് 10 വയസ്സിലുള്ള ഒരു പെൺകുട്ടി മുതൽ 75 വയസ്സുള്ള ഒരു അമ്മ വരെ അച്ഛൻ്റെ ശിഷ്യയായിരുന്നു. അവര് വളരെ ഗംഭീരമായി തന്നെ കല്ലേക്കുളങ്ങര ഈശ്വരമംഗലത്തിൽ വെച്ച് അരങ്ങേറ്റം കഴിഞ്ഞു. അത് കണ്ട ഉടനെ അടുത്തൊരു ബാച്ച് ഉടനെ റെഡിയായി. അടുത്ത 2024 അകത്തേത്തറയിൽ വെച്ച് സെക്കൻഡ് ബാച്ച്, അതിലും ഒരു 13 പേരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വയസ്സായിട്ടുള്ള ഒരു അമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ, 82 വയസ്സ്. അതിനുശേഷം 3ാമത്തെ ഒരു ബാച്ച് പാലക്കാട് തിരുവാലത്തൂർ. അച്ഛൻ ഇവിടുന്ന് ഏകദേശം ഒരു 20-22 കിലോമീറ്റർ ഓട്ടോറിക്ഷ പോവുക, അവിടെ പോവുക, ക്ലാസ് എടുക്കുക, അത് കഴിഞ്ഞ് തിരിച്ചു വരിക. അങ്ങനെ അവിടെ ഒരു 6 ശിഷ്യകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 35ഓളം വനിതാ ശിഷ്യകൾ അദ്ദേഹത്തിനുണ്ട്. ഈ ഒരു കുറഞ്ഞ കാലയളവിൽ 42ഓളം വേദികളിൽ ഈ വനിതാ ശിഷ്യകൾ നമ്മുടെ ശാസ്താംപാട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനമായത് ശബരിമലയിൽ പാടാനുള്ള ഒരു അവസരം കിട്ടി. തിരുവനന്തപുരം ആറ്റുകാലമ്മയുടെ പൊങ്കാലയുടെ തലേ ദിവസം ആറ്റുകാലമ്മയുടെ സന്നിധിയിൽ പാടാനും ശ്രീകണ്ഠേശ്വരം ഈശ്വരൻ അമ്പലത്തിലും പാടാനുള്ള ഒരു സൗകര്യം കിട്ടി. കേരളത്തിന് പുറമെ മേട്ടുപ്പാളയം അയ്യപ്പ ക്ഷേത്രത്തിലും വനിതകൾക്ക് പാടാനുള്ള ഒരു അവസരം കിട്ടി. ഈ കല അച്ഛൻ്റെ ആ ഒരു പെട്ടെന്നുള്ള മരണശേഷം ഈ പഠിച്ച ശിഷ്യകൾ എല്ലാവരും എന്നോട് വന്ന് പറഞ്ഞത്, ഇത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഒരിക്കലും ഇത് നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ കൊണ്ടുപോയി ഞാൻ ചെന്നൈയിലായതുകൊണ്ട് മാസത്തിൽ 2 ദിവസം ഞാൻ വരാം, ബാക്കിയുള്ള ദിവസം എൻ്റെ ഏടത്തിയുണ്ട്, ഏടത്തൊരു മോനുണ്ട്, അവൻ നല്ല രീതിയിൽ ശാസ്താംപാട്ട് പാടുന്നവനാണ്. അവനാണ് അവർക്ക് ക്ലാസ് എടുക്കുന്നത്. ആഴ്ചയിൽ 1 ദിവസം ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ മാസത്തിൽ 2 ദിവസം വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ
ശബരിമല സീസണിൽ മാത്രം ഈ ശാസ്താംപാട്ട് പാടിയത്. ഇപ്പൊ വരുമ്പോൾ മാസത്തിൽ 1-2 പ്രോഗ്രാം ശാസ്താംപാട്ടും കഥകളും പാടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം അച്ഛൻ്റെയും സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെയും അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇന്നും തുടർന്നു പോകണം എന്ന് എല്ലാവരും പറയുന്ന പോലെ ഞാനും പറയുന്നു. നന്ദി, നമസ്കാരം, സ്വാമി ശരണം. ഹരിശ്രീ ചെയ്ത ഗുരുവിനെ ഞാനിപ്പോൾ വന്നിച്ച് ഹരിശ്രീ അരുൾ ചെയ്ത ഗുരുവിനെ ഞാനിപ്പോൾ വന്നിച്ച് സഭയെ വന്നിച്ച് സഖികൾ ഒരുമിച്ച് അഭയമായിരുന്ന് പാടുവാൻ മാമകരമതിയിലെടുത്തുടുക്കിനെ എണലോചനനെ വന്നിച്ച് കീർത്തിയേറിയ എൻ ഗുരുവരൻ കീർത്തനെ തുണ ചെയ്യണം കല്ലയക്കുളം മധ്യവാസിനെ പാടുമേന്തി മമ സന്നിധോ ഭാരതത്തിന്റെ ഐശ്വര്യമായ കേരളമാണു രാജ്യവും ഭാരതത്തിലെ ഐശ്വര്യമായ കേരളമാണു രാജ്യവും കേരളത്തിലെ പ്രസിദ്ധിയായൊരു പാലക്കാടെന്ന ജില്ലയും പാലക്കാടിനു വടക്കു ഭാഗത്തായി കല്ലേക്കുളങ്ങര ദേശവും കല്ലേക്കുളങ്ങര മധ്യഭാഗത്തായി യമുരമ്മയുടെ തട്ടകം കല്ലേക്കുളന്തങ്കിൽ മധ്യഭാഗത്തായി ഉയർന്നു വന്നൊരു രൂപവും മധ്യഭാഗത്തായി ഉയർന്നു വന്നൊരു രൂപവും കല്ലേക്കുളന്തങ്കിൽ മധ്യഭാഗത്തായി കൈകൾ രണ്ടും ഉയർത്തി നിൽക്കുന്ന ക്ഷമമികതായി കൈതൊഴാം കല്ലയക്കുളം മധ്യവാസിനെ പാടുമേന്തി മമ സന്നിധോ മൂന്നു നേരമതു മൂന്നു രൂപമായി പൂജയുണ്ടിവിടെ അറിയുക പുലരും വേളയിൽ സരസ്വതി രൂപം അധ്യാനത്തിലോ ലക്ഷ്മി സരസ്വതി രൂപം അധ്യാനത്തിലോ
രൂപമായി സായനത്തിലോ ദുർഗയോ മൂന്നു നേരമതു മൂന്നു രൂപമായി പൂജയുണ്ടിവിടെ അറിയുക. സന്യാസി ശ്രേഷ്ഠനാദിശങ്കരൻ പൂജ ചെയ്തൊരു രൂപങ്ങൾ. സന്യാസി ശ്രേഷ്ഠനാദിശങ്കരൻ പൂജ ചെയ്തൊരു രൂപങ്ങൾ. പോസിയോ ഒന്ന് പോസിയോ. കല്ലുകുളങ്ങര മധ്യവാസിനിയും ആളുമേന്തി മമ സംഗീതോ. കല്ലുകുളങ്ങര മധ്യവാസിനിയും ആളുമേന്തി മമ സംഗീതോ. അന്നവാഹിനി സ്വർണരൂപിണിയും വീണവാണി മനോഹരിയും. അന്നവാഹിനി സ്വർണരൂപിണിയും വീണവാണി മനോഹരി. സ്വർണരൂപിണിയും വീണവാണി മനോഹരിയും. സാരസാക്ഷി കാമാക്ഷി മീനാക്ഷി ലോകസാക്ഷി വിശാലാക്ഷി. സാരസാക്ഷി കാമാക്ഷി മീനാക്ഷി ലോകസാക്ഷി വിശാലാക്ഷി. സാരസാക്ഷി കാമാക്ഷി മീനാക്ഷി ലോകസാക്ഷി വിശാലാക്ഷി. കല്ലുകുളങ്ങരയിൽ പ്രഗത്ഭനായൊരു ആശാനുണ്ടെന്നറിയുക. കല്ലുകുളങ്ങരയിൽ പ്രഗത്ഭനായൊരു ആശാനുണ്ടെന്നറിയുക. കുട്ടപ്പാശാന്റെ ശിഷ്യനാണവർ മുണ്ടസ്വാമിയെന്നു നാമം. കുട്ടപ്പാശാന്റെ ശിഷ്യനാണവർ മുണ്ടസ്വാമിയെന്നു നാമം. കുട്ടപ്പാശാന്റെ ശിഷ്യനാണവർ മുണ്ടസ്വാമിയെന്നു നാമം. കുട്ടപ്പാശാന്റെ ശിഷ്യനാണവർ മുകുന്ദസ്വാമിതൻ കാരുണ്യത്താലെ ഇന്നു ഞങ്ങൾ ഇവിടെ പാടുന്നു. മുകുന്ദസ്വാമിതൻ കാരുണ്യത്താലെ ഇന്നു ഞങ്ങൾ ഇവിടെ പാടുന്നു. അടിയങ്ങൾ പാദം കൈതൊഴാം. ഹരിയോ ഹരിഹര
കല്യാക്കുളങ്ങര ഡോക്ടർ മുകുന്ദഗുരുസ്വാമി ഇന്നും ശിഷ്യരുടെയും ജനങ്ങളുടെയും ഓർമ്മകളിൽ ജീവിക്കുന്നു. അദ്ദേഹത്തിന് പ്രണാമം. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.